ഫെയ്ത്ത് ക്ലിയറൻസിൻ്റെ 38ാമത്തെ ഇന്നത്തെ എപ്പിസോഡിൽ മറ്റാറ് കൂദാശകൾക്കും ഫീസ് ഈടാക്കുന്നില്ല. എന്നിട്ട് എന്തിനു വേണ്ടിയാണ് വിശുദ്ധ കുർബാന എന്ന കൂദാശയ്ക്ക് മാത്രം ഫീസ് ഈടാക്കുന്നത്? അതിനെക്കുറിച്ചുള്ള വിശദമായ പഠനവും സഭാത്മകമായിട്ടുള്ള കാഴ്ചപ്പാടുമാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ വിശദമായിട്ട് പരിഗണന വിധേയമാക്കുന്നത്. മാമോദീസ, സ്ഥൈര്യലേപനം, കുമ്പസാരം, രോഗീലേപനം, തിരുപ്പട്ടം, വിവാഹം മുതലായിട്ടുള്ള 6 കൂദാശകൾക്ക് അതിൻ്റെ നിർവഹണത്തിനായിട്ട് വൈദികന് ഫീസ് ഈടാക്കാറില്ല. ആ കൂദാശകൾ നിർവഹിക്കുമ്പോൾ ദേവാലയ ശുശ്രൂഷയ്ക്കും പള്ളിക്കും ഒരു വിഹിതം നൽകി പോരുകയാണ് ചെയ്യുന്നത്. എന്നാൽ വിശുദ്ധ കുർബാനയുടെ കാര്യത്തിൽ ഇതിൽ നിന്ന് വ്യത്യസ്തതയുണ്ട്. കുർബാനയ്ക്ക് പണം നൽകുന്നത് ഏതെങ്കിലും പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു പാരമ്പര്യം സിറോ മലബാർ സഭയുടെ മുൻകാല പാരമ്പര്യങ്ങളിൽ കാണുന്നില്ല എന്നതാണ്. പോർച്ചുഗീസുകാരുടെ വരവോടുകൂടിയാണ് വിശുദ്ധ കുർബാന അർപ്പണത്തോട് ചേർത്ത് പണം നൽകുന്ന ഫീസ് ഈടാക്കുന്ന രീതി കേരളക്കരയിൽ ആരംഭിക്കുന്നത്. പാരമ്പര്യമനുസരിച്ച് ഇങ്ങനെയായിരുന്നു. ഇടവകകളിൽ യോഗ്യനായ ഒരു ചെറുപ്പക്കാരനെ ഇടവകയിൽ നിന്ന് ഇടവകക്കാർക്ക് വേണ്ടി അവർ തന്നെ തെരഞ്ഞെടുത്ത് മെത്രാന്റെ ആശീർവാദത്തോടെ വൈദികനായി സമർപ്പിക്കുന്ന പതിവാണ് സീറോ മലബാർ സഭയിൽ നിലവിലുണ്ടായിരുന്നത്. ഈ സംവിധാനത്തിൽ യാതൊരു കൂദാശകൾക്കും പണം നൽകേണ്ട സാഹചര്യം നിലവിലുണ്ടായിരുന്നില്ല. അതാത് വൈദികന്റെ സംരക്ഷണ ചുമതല ആ ഇടവകക്കാർ ഏറ്റെടുത്ത് നടത്തിപ്പോന്നിരുന്നു. കാലാന്തരത്തിൽ ആ പാരമ്പര്യം നിന്നുപോയി. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ വൈദികരുടെ സംരക്ഷണ ചുമതല ആരേറ്റെടുക്കും എന്നതായി. വൈദികന്റെ അനുദിന ചെലവുകൾക്ക് ആര് പണം നൽകുമെന്നത് ഒരു പ്രസക്തമായ കാര്യമായി ഉയർന്നു വന്നു. ഈ അവസരത്തിൽ സ്വീകരിച്ച ഒരു മാർഗമാണ് കുർബാന അർപ്പണത്തോട് അനുബന്ധിച്ച് പണം ഈടാക്കുന്ന, ഫീസ് ഈടാക്കുന്ന ഒരു രീതി. കാരണം മറ്റു കൂദാശകളൊന്നും തന്നെ എല്ലാ ദിവസവും ഒരു ഇടവക ദേവാലയത്തിൽ നടക്കണമെന്നില്ല. എന്നാൽ അനുദിന ബലി അർപ്പണം ഒരു ദേവാലയത്തിൽ സാധാരണമായി വന്നു. ദൈനംദിന ബലിയുടെ ഒരു കുർബാന അർപ്പണത്തിൻ്റെ പേരിൽ വൈദികന്റെ ഓരോ ദിവസത്തെ ചിലവിന് ഉപകരിക്കുന്ന രീതിയിൽ ഫീസ് കൊടുക്കുക എന്ന നിർദ്ദേശം ഉയർന്നു വന്നു. അങ്ങനെയാണ് കുർബാന അർപ്പണത്തോടനുബന്ധിച്ച് ഫീസ് ഈടാക്കുന്ന രീതി നിലവിൽ വന്നത്. തുടർന്ന് കാലഘട്ടത്തിൻ്റെയും സാഹചര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ കുർബാനയുടെയും ഫീസ് അതാത് കാലങ്ങളിൽ വർദ്ധിച്ചു പോന്നു. ഒരു വൈദികൻ ഒരു ദിവസം ഒന്നിൽ കൂടുതൽ 3 കുർബാന അർപ്പിച്ചാലും കുറേ പേരിൽ നിന്ന് ഫീസ് സ്വീകരിച്ചാലും ഒരു ദിവസത്തെ ചിലവിനുള്ളത് എന്ന പേരിൽ ഒരു കുർബാനയുടെ പണം മാത്രമേ സ്വന്തം പേരിൽ സ്വീകരിക്കുന്നുള്ളൂ. അധികമായിട്ട് വരുന്ന ഏൽക്കുന്ന മറ്റു കുർബാനകളുടെ പണം മുഴുവൻ രൂപതാ മെത്രാന്റെ പേരിൽ കൈമാറുകയും ആ പണം രൂപതാ മെത്രാൻ സാധാരണമായി വൈദിക മന്ദിരത്തിൽ വിശ്രമജീവിതം നയിക്കുന്ന വൈദികരുടെ ഭക്ഷണത്തിനും ചെലവിനും ചികിത്സയ്ക്കും താമസ സൗകര്യത്തിനുമായിട്ട് വിനിയോഗിച്ചു പോരുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ആദ്യകാലങ്ങളിൽ പണം ഈടാക്കാതിരുന്ന വിശുദ്ധ കുർബാന അർപ്പണത്തോട് ബന്ധപ്പെടുത്തി ഫീസ് ഈടാക്കുന്ന രീതി നിലവിൽ വന്നതും അത് ഈ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് ഏർപ്പെടുത്തേണ്ടി വന്നതും അത് ഇന്നും കൃത്യമായ രീതിയിൽ വിനിയോഗിച്ച് മുന്നോട്ട് പോകുന്നതും എന്നുമാണ് വിശ്വാസ സമൂഹം കുർബാന ധർമ്മത്തെക്കുറിച്ച്, കുർബാനയ്ക്ക് ഈടാക്കുന്ന ഫീസിനെ കുറിച്ചുള്ള അറിവായി മനസ്സിലാക്കിയിരിക്കേണ്ടത്.